ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ തലേന്ത ദിവസമാണിത്. രാവിലെ തന്നെ എണീറ്റ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. കാർഡ് ഉണ്ടാക്കുക എന്നുള്ളത് സിമ്പിൾ പരിപാടിയാണെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിയതാണ്. പക്ഷേ കുറച്ച് ടാസ്ക് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്തായാലും അത് ആസ്വദിച്ച് തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഈ കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം രാവിലെ എന്തായാലും കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ടേബിൾ ഏകദേശം ഈ കോലമായി. ഇതിനെ ഒന്ന് ഒതുക്കി പറക്കി സെറ്റാക്കി എടുക്കണം. ഇതാണ് ഞങ്ങളുടെ കാർഡിൻ്റെ മോഡൽ. ഈ ഒരു കാർഡിൽ ആ കണ്ട അത്രയും കാർഡ്സിനെ ഉണ്ടാക്കിയെടുക്കണം. അതായിരുന്നു എനിക്കുള്ള ടാസ്ക്. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം മാക്സിമം അടിപൊളിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാവരെയും കൊള്ളാമെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ സമാധാനമായി. ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ ഡേറ്റ് ജൂലൈ 2 എന്തായാലും ജൂലൈ 1 ഇത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ടേബിളൊക്കെ ഒന്ന് വൃത്തിയായി. അതിന് ഈ ഫ്രഷേഴ്സ് ഡേ കാരണമാണ്. ഇല്ലെങ്കിൽ പിന്നെ അത് തോന്നുമ്പോഴേ ചെയ്യാറുള്ളൂ. മാസത്തിൻ്റെ തുടക്കമൊന്നും ചെയ്ത് വലിയ പരിചയവും ശീലവും ഒന്നുമില്ല. അങ്ങനെ എന്തായാലും ഡെസ്ക് എല്ലാം പഴയ പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയൊക്കെ പണിയുണ്ടായിരുന്നു ഈ ഡെസ്കിനകത്തുനിന്ന്. ഡെസ്ക് മൊത്തത്തിൽ ഒന്ന് അറേഞ്ച് ആയപ്പോൾ തന്നെ ഒരു എനർജി വീണ പോലെ. അങ്ങനെ എന്തായാലും നേരെ റെഡിയായി ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിൽ ചെന്നപ്പോഴോ എല്ലാവരും പൂ ഉണ്ടാക്കുന്ന തിരക്കിൽ. ഈ പൂ ഞങ്ങളുടെ സാറുമാർക്കുള്ളതാണ്. ഞങ്ങൾ വെൽക്കം ചെയ്യുമ്പം ഞങ്ങളുടെ സാറുമാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പൂ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രാക്ടീസ് സെക്ഷനിലേക്ക് ഇറങ്ങി. ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ്. ടിഷ്യൂ കിസ് ചലഞ്ച്, അങ്ങനെ എന്തോ ആണ് ആ ചലഞ്ചിൻ്റെ പേര്. ഇതാണ് ജ്യോതിയും ആനിയും. സൈഡിൽ കുറേ പണി വേറെ ബാക്കിൽ കിടക്കുമ്പം അതൊന്നും പോരാഞ്ഞിട്ട് സൈഡിൽ കിടന്ന മണ്ണിനെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് അവൾമാർ നോക്കുന്നത്. ഇത് നോക്ക്, വടംവലിയൊക്കെ നടന്നവിടെ. എന്തായാലും ഒരുത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പം അടുത്ത ആൾ സപ്പോർട്ടീവിന് വേണ്ടി 2 ഡാൻസൊക്കെ കളിച്ച് ഒന്ന് എനർജി കൂട്ടുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിബൺ കൊണ്ട് ബോയൊക്കെ കിട്ടി ഇതുപോലെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇനിയും ഉണ്ടോ ഞങ്ങൾ ഡെക്കറേഷൻ, പക്ഷേ അത് നാളെ ചെയ്യും. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ബാക്കി കാർഡൊക്കെ ഒന്ന് സെറ്റാക്കി പോയി കിടന്നുറങ്ങി. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ.